ഇതിനെന്താ വില? ഇത് 60 രൂപയാണ് നേരത്തെ പറഞ്ഞു. വിത്ത് പൊട്ടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഉടക്കരുത്. ആദ്യം തന്നെ ഇങ്ങനെ പൊട്ടിക്കുക. ഏത് വിത്ത് കിട്ടിയാലും ഇങ്ങനെ പൊട്ടിച്ച് നോക്കണം ആദ്യം. എന്നിട്ട് ഉള്ളിൽ വല്ല കറുപ്പോ കാര്യങ്ങളോ ഫംഗസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എല്ലാ വിത്തും 100% ആയിരിക്കില്ല. എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചതിന് ശേഷം അതിനെ വീണ്ടും ഇതുപോലെ ഒന്നുകൂടി പൊട്ടിക്കുക. എന്നിട്ട് കേടെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്തിനെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം വേണം പൊടിക്കാൻ. എന്നിട്ട് കയ്യായിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പൊടിയായിട്ട് കിട്ടും. അതെ അതെ. 1 കിലോക്ക് ഇതിത്തെ ഫുള്ള് വേണം അല്ലേ? ഇല്ല, 2 ബെഡ് കെട്ടാണ്ടാവും. 100 ഗ്രാം 150 ഗ്രാം. ഒരു ബെഡിക്ക് 150 ഗ്രാം. പൊടി പൊടിയാണ് വരുന്നത്. ഇത് ഡെമോ കാണിക്കാനുള്ള വിത്ത് ഇതാക്കിയതാണ്. നല്ല വിത്ത് കേടെടുത്തുണ്ടല്ലോ എന്ന് എത്തിയിട്ട് കുറച്ച് പൂപ്പലൊക്കെ വന്നു. ഇത് പൂപ്പലൊന്നും വന്നിട്ടില്ല. ഇത് ഡേറ്റ് കഴിഞ്ഞാൽ അത് ആ മേലത്തെ ഇതാണ്. അതായത് ഇങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ വിത്ത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ നേർ പകുതിയാക്കലാണ്. ഇങ്ങനെ ഒരു നേർ പകുതിയാക്കി എടുത്ത് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടി മറ്റിലേക്ക് തയ്യാറാവും. ആ പ്രശ്നം രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതാണ് നല്ലത്. 2 ബെഡ് ഒരുമിച്ച് കെട്ടുക. എന്നാൽ പിന്നെ ആ പ്രശ്നം ഒഴിവാകും. കോമൺ അളവിൽ ഇങ്ങനെ തന്നെ വരുള്ളൂ. എന്നിട്ട് ഇത് ലെയർ ആക്കിയിട്ട് ഇടുക. ഇതൊന്നും അധികം ആൾക്കാർ എന്ത് ചെയ്യും, കൈ ഇട്ടിട്ട് വാരിക്കിടും. കഴിയുന്നതും നമ്മൾ പിന്നീട് കൈ ടച്ച് ചെയ്യാതൊക്കെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബെറ്റർ നമ്മൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് അതിനുള്ള ഗുണം നമുക്ക് കിട്ടും. അതെ അതെ. എന്നിട്ട് ഇതിപ്പോ കവർ ഇങ്ങനെയല്ലേ, അപ്പൊ ഈ കവറിന് ഈ മൂലുണ്ടല്ലോ, ഈ മൂല എങ്ങനെ വരരുത്. അതിനെന്ത് ചെയ്യണം, അതിനുള്ളിലേക്ക് 2 മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടും ചെയ്തു തരുമ്പോൾ. എന്നിട്ട് ചെറുതായിട്ടൊന്ന്, വളരെ ചെറുതായിട്ട് ചെറിയൊരു പ്രസ്സിങ്, വൈക്കോലിനൊക്കെ നല്ല അമർത്തണം. വൈക്കോലിൽ ഇതിൽ കൂടെയുള്ള മാറ്റാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയും. ഇത് ചെറിയൊരു ഇത് ചെയ്താൽ മതി. എന്നിട്ട് സീഡ് എടുത്തിട്ട് അരിവ് കൂടെ ഇങ്ങനെ ഇട്ടെടുക്കുക. അങ്ങനെ ഇട്ടുന്ന സമയത്ത് സെൻറ്ററിലെ കൂടെ ഒക്കെ ആയത് ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. നടുവിലുണ്ടാവില്ല. നടുവിലിടണ്ട. എന്നിട്ട് വീണ്ടും ലെയറ് സ്പൂൺ വിത്തൊക്കെ വാങ്ങി വെച്ച് കേടുന്നു. ഒഴിവാണ്ട മനസ്സിലായി.
അതെ അതെ അതെ. അതിൻ്റെ ഇത് ശരിക്കും ബെഡ് കെട്ടുമ്പോൾ നമ്മൾ സംസാരിക്കാനൊന്നും പാടില്ല. നമ്മൾ തുപ്പൽ തെറിക്കലും രാവിലെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ആ മുണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ എന്തിനാണ്? വേറെ എന്തിനല്ല. ഇത് 10-16 കവർ PP കവർ. ഗ്രാമൊന്നും നോക്കണ്ട, അതൊക്കെ നിങ്ങളെ കൈമക്ക് പിന്നാണ്ട് കിട്ടും, പെട്ടെന്ന് കിട്ടും. ആ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വക്കിലിട്ടില്ലേ, സാധാരണ ഇപ്പം എല്ലായിടത്തും വക്കിലല്ല ഇട്ടത്. ഈ ലാസ്റ്റത്തത് മുകളിലും പരത്തിയിടണം ഇങ്ങനെ. ഇല്ല, എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ തിരിച്ച് ആ തല മടക്കിയിട്ട് വേണം ചെയ്യേണ്ടത് കേട്ടോ. ഇത് പലരും മടക്കാതെ ഇടും. മടക്കാതെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് നനക്കുന്ന സമയത്ത് അതിൽ വെള്ളം നിന്നിട്ട് പ്രാണികളൊക്കെ വന്ന് മുട്ടയിട്ട് പ്രശ്നങ്ങൾ വരും. എന്നിട്ട് ഇതിൽ ഈ നമ്മളിന്നിപ്പോൾ ഇത് ചെയ്തില്ലേ, ആദ്യം ചെയ്യേണ്ടത് മാർക്കറേറ്റ് ഇന്നത്തെ ഡേറ്റ്, നമ്മൾ ചെയ്ത അന്നത്തെ ഡേറ്റ് എഴുതി വെക്കണം. എന്നിട്ട്